കുട്ടികളുടെ കാര്യം പോലെ തന്നെ പ്രധാനമാണ് പട്ടികളെ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. നമസ്കാരം. നിങ്ങൾ ഇഷ്ടത്തോടെ ഊട്ടിയും ഉറക്കിയും കുളിപ്പിച്ചും കളിപ്പിച്ചും വളർത്തുന്ന നായ്ക്കളോട് നിങ്ങൾക്ക് നല്ല വാത്സല്യവും സ്നേഹമൊക്കെ തോന്നും. പക്ഷെ അതേ വാത്സല്യവും സ്നേഹവും പുറമെ നിന്ന് വരുന്ന ഒരാൾക്ക് തോന്നില്ല. സ്നേഹത്തിന് പുറമെ ഇക്കാര്യത്തിൽ പേടി എന്നൊരു ഫാക്ടർ കൂടി ഉണ്ടെന്ന് നിങ്ങൾ മറക്കരുത്. നായകളെ വളർത്താത്ത പലർക്കും അതൊരു മൃഗമായതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പേടിയും അകൽച്ചയും അതിനെ വളർത്തുന്നവർ അഥവാ പെറ്റ് ഓണേഴ്സ് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമതായി, പെറ്റ്സിന്റെ രോമം ഒരു വീടിന്റെ എല്ലാ സ്ഥലത്തും കാണാറുണ്ട്. അവരുടെ വീട്ടിലൊരു നായ ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്ന ആ ലിവിംഗ് റൂമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇക്കാര്യം മനസ്സിലാവും. എന്നാൽ ലിവിംഗ് റൂമിലെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു 3-4 സീറ്റെങ്കിലും ഇത്തരം പ്രശ്നങ്ങളില്ലാതെ അതിഥികൾക്ക് വേണ്ടി ഒഴിച്ചിടേണ്ടതാണ്. രണ്ടാമതായി, പുറത്തുനിന്ന് വരുമ്പോൾ ഉള്ള ആൾക്കാർ പെരുമാറാൻ സാധ്യതയുള്ള കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ വീട്ടില്. പ്രധാനമായും ആ ഫസ്റ്റ് റൂമാണ് അല്ലെങ്കിൽ ഗസ്റ്റ് റൂം, ലിവിംഗ് റൂം എന്നൊക്കെ പറയുന്നത്. അത്തരം സ്ഥലങ്ങൾ ഒന്ന് വാക്യൂം ക്ലീനിങ് ചെയ്ത് വൃത്തിയാക്കി വെക്കുക. പെറ്റ്സിനെ വളർത്തുന്നവർ നിർബന്ധമായും വാങ്ങിക്കേണ്ട ഒരു സാധനമാണ് ഈ വാക്യൂം ക്ലീനർ എന്ന് പറയുന്നത്. ഈ മാനസിക ബുദ്ധിമുട്ട് മാത്രമല്ല, ഈ പെറ്റ്സ് ഹെയർ ചിലപ്പോൾ അവർക്ക് അലർജിയോ മറ്റാരോഗ്യ പ്രശ്നങ്ങളോ വരെ സൃഷ്ടിക്കാവുന്നതാണ്. മൂന്നാമതായി, അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്നവർക്ക് പട്ടികൾ തുടർച്ചയായി കുറയ്ക്കുന്നത് ശല്യമാകാതെ ശ്രദ്ധിക്കണം. പലർക്കും അത് ഫോൺ ചെയ്യുമ്പോഴും TV കാണുമ്പോഴും ചിലപ്പോൾ ഉറക്കത്തിന് പോലും ശല്യമാവാറുണ്ട്. നാലാമതായി, വീട്ടിൽ വരുന്നവർക്ക് പട്ടികളെ പേടിയാണെങ്കിൽ അത് മാനിക്കുക. അവയെ കുറച്ചു നേരത്തേക്കെങ്കിലും മറ്റൊരു മുറിയിലേക്ക് മാറ്റേണ്ടതാണ്. പേടിക്കണ്ട, ഒന്നും ചെയ്യില്ല, കടിക്കില്ല എന്നൊക്കെ പറഞ്ഞാലും ചിലരുടെ പേടിയൊന്നും പെട്ടെന്ന് മാറില്ല. വിരുന്നുകാരുടെ നിങ്ങളുടെ പട്ടിയെ സ്നേഹിക്കണമെന്നും നിങ്ങളുടെ പട്ടിയെ സ്നേഹം വിരുന്നുകാർ സ്വീകരിക്കണമെന്നും നിർബന്ധം പിടിക്കരുത്. ഇനി അഞ്ചാമതായി, വീടിനുള്ളിൽ അഴിച്ചുവിട്ട് വളർത്തുന്ന നായകളാണെങ്കിൽ വിരുന്നുകാർ വരുമ്പോൾ അവിടെ തന്നെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കാറുണ്ട്. പക്ഷെ അവർ ഭക്ഷണം കഴിക്കുന്ന നേരത്തും അവിടെ തന്നെ അത് മണപ്പിച്ച് ചുറ്റുവട്ടത്ത് ഇങ്ങനെ നിൽക്കുന്നത് ഒഴിവാക്കാനുള്ള ഒരു ഗ്രൂമിങ് പെറ്റ് ഓണേഴ്സ് നൽകേണ്ടതാണ്. ആറാമതായിട്ട്, നിങ്ങൾ പട്ടിയെയും കൊണ്ട് നടത്തുന്ന ഒരു പ്രഭാത അല്ലെങ്കിൽ സായാഹ്ന സവാരിക്കിടയിൽ ഏതെങ്കിലും വീട്ടിൽ കയറുകയാണെങ്കിൽ ഈ പട്ടി അവരുടെ കാർപ്പറ്റിലും സോഫയിലും ഒക്കെ കയറിയിരിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് നായ്ക്കളോടൊക്കെ ഇഷ്ടമുണ്ടാവും, എന്നാലും വളർത്താതിരിക്കുന്നത് ഇത്തരം വൃത്തികേടാവുമല്ലോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ പലതും ആലോചിച്ചിട്ടാവും. അപ്പോൾ ഇനി മറ്റൊരാളുടെ പട്ടിനെ കൊണ്ടും അവർക്ക് ബുദ്ധിമുട്ടേണ്ടി വരരുത്. അവർക്ക് സ്നേഹിക്കണമെങ്കിൽ അവർ സ്നേഹിക്കും, നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് തന്നെ സ്നേഹിക്കും. പക്ഷെ ആ സ്നേഹം അവരുടെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ പട്ടിയെ സോഫയിലോ സെറ്റിയിലും കാർപ്പറ്റിലും മറ്റു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കയറിയിരുന്ന് അനുവദിച്ചുകൊണ്ടാവരുത്. കുട്ടികളുടെ കാര്യം പോലെ തന്നെ പട്ടികൾ നിങ്ങളുടേത് മാത്രമാണ്. അവയെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് മറ്റുള്ളവർ സഹിക്കേണ്ട ആവശ്യമില്ല. ഏഴാമതായി, ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലോ ഫ്ലാറ്റുകളിലോ താമസിക്കുന്നവരെ കോമൺ ഏരിയയിൽ നിങ്ങളുടെ വളർത്തു മൃഗങ്ങൾ വിസർജിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്താൽ അതുടനെ തന്നെ വൃത്തിയാക്കേണ്ടതാണ്. ജോലിക്കാർ വരുന്നവരെയൊന്നും കാത്തു നിർത്താൻ പറ്റില്ല. മറ്റുള്ളവരത് കാണുകയോ അല്ലെങ്കിൽ വൃത്തിയാക്കാൻ താമസം നേരിടുകയോ ചെയ്താൽ ഫ്ലാറ്റ് നിവാസികൾക്കിടയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ അത് കാരണമാകും. എട്ടാമതായി, വീടിന് പുറത്തേക്ക് നിങ്ങൾ വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോകുമ്പോൾ കോളറിനോട് ചേർന്ന ലീഷ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതില്ലാതെ ഒരിക്കലും കൊണ്ടുപോകരുത്. എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ വലിയ ധാർമ്മിക നിയമ പ്രശ്നങ്ങളിൽ തന്നെ കുടുങ്ങിയേക്കാം. അത്തരം കാര്യങ്ങൾ സമയനഷ്ടവും ധനനഷ്ടവും മാത്രമല്ല മെന്റൽ സ്ട്രെസ്സും കൂടെ കൊണ്ടുതരും. നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം.